പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡിയായി പോകും. 100% ഉഡായിപ്പാണ്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും, വർഷങ്ങളാകും, നീതി കിട്ടിയാൽ കിട്ടി. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം. അതിനാൽ തന്നെ സാപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസറിനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ നമ്മൾ പോകണ്ട. കാരണം വെച്ചാൽ നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിൽ. അതായത് സാപ്പിക്ക് ഈ വീട് വേണ്ട എന്നാണ് ചുരുക്കം. ഈ വീട് സാപ്പി എടുത്താൽ തന്നെ അത് വലിയൊരു നാണക്കേടാണ്. സാപ്പി ഈ വീട് തിരിച്ച് നാസറിന് കൊടുക്കുമെന്നുള്ളതാണ്. നാസറിനോടും കുഞ്ഞാനോടും എനിക്ക് പറയാനുള്ളത്, വീട് തിരിച്ചു കിട്ടിയാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാണോ? അതായത് ഇതിന്റെ മറ്റു സമ്മാനങ്ങൾ ലഭിച്ച ആളുകളും ആ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ജനുവിനായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നെറുക്കെടുപ്പ് നടത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇല്ല എങ്കിൽ ഈ വീട്ടിലോ ഈ കാറിലോ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനാൽ വീണ്ടും ഒരു നെറുക്കെടുപ്പ് നടത്താൻ, സുതാര്യമായ രീതിയിൽ നടത്താൻ നിങ്ങൾ തയ്യാറാണോ?